ദീപാവലി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഒരു പേടയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. ഇത് കട്ടി കൂടിയ ഒരു പാത്രമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാത്രം ഒന്ന് വെച്ചിട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുള്ളത് നേരിട്ട് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റവ് ഞാൻ കത്തിച്ചിട്ടില്ല. അപ്പോൾ കത്തിക്കാതെയാണ് നമ്മൾ ഐറ്റംസ് കൂട്ടുന്നത്. ഒരു കപ്പ് ആട്ടയാണ്, നമ്മുടെ ഗോതമ്പ് പൊടിയാണ്. അത് നമുക്ക് ഇന്നത്തെ ഇടാം. അടുത്തത് ഇത് കടലപ്പൊടിയാണ്. കടലപ്പൊടിയും ഒരു കപ്പ് നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ അതും കൂടി നമുക്ക് ഇടാം. നുള്ളു ഉപ്പാണ്. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ഇത്തിരി ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കണം. ഞാൻ ഇപ്പോഴും ഗ്യാസ് ഞാൻ കത്തിച്ചിട്ടില്ല. കത്തിക്കാതെയാണ് ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം മിക്സായി. നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിക്കാം. ഞാൻ ഓയിലും കൂടി അത് ചേർക്കുന്നുണ്ട്. നെയ്യിലൊപ്പം ഓയിലും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. നേരത്തെ പാൽപ്പൊടി ഇടാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഇത് ചേർക്കുന്നതിന് മുമ്പ് പാൽപ്പൊടി ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും ഇടണം. ഇനി എല്ലാം കൂടി നമ്മൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. ഞാൻ ഇപ്പോഴും അടപ്പ് ഞാൻ കത്തിച്ചിട്ടില്ല. ഇതെല്ലാം കൂടി നമുക്ക് യോജിപ്പിക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് ഇനിയാണ് ഞാൻ സ്റ്റവ് കത്തിച്ചിട്ടില്ല. ഇനിയാണ് ഞാൻ സ്റ്റവ് കത്തിക്കുന്നത്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റവ് കത്തിച്ചിരിക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു 7 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ വരും. ഇപ്പോൾ ഇത് നമ്മുടെ കളർ ചേഞ്ചായി. ബ്രൗൺ കളർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കണം. എന്നിട്ട് ബാക്കി ഐറ്റംസ് നമുക്ക് ചേർക്കാം. ഇത് ഏലക്കയാണ്. അപ്പോൾ പഞ്ചസാര ഏലക്കയും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് മിക്സിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ചൂട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസ് ആണ്. അപ്പോൾ കിസ്മിസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ ബദാം, പിസ്ത എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ കിസ്മിസ് ഉള്ളൂ. അപ്പോൾ ഞാൻ കിസ്മിസ് ഇതിൽ ആഡ് ചെയ്യുന്നു. ഇത് പഞ്ചസാര നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയാണ്. അപ്പോൾ ഇത് ഇപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ആഡ് ചെയ്യുന്നു. ഇനി ഇതെല്ലാം കൂടി നമ്മൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഇന്നത്തെ നെയ്യെല്ലാം പുരട്ടി വെച്ചേക്കണാണ്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ സ്പൂൺ എടുത്തിട്ട് ഇതെല്ലാം നല്ലോണം അങ്ങോട്ട് ഒന്ന് എല്ലാ സൈഡും നല്ലോണം ഒന്ന് പ്രസ് ചെയ്തൊന്ന് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് ഒന്ന് പെട്ടെന്ന് നമുക്ക് ചൂടാകാൻ വേണ്ടി ഞാനൊന്ന് ഫ്രീസറിലേക്ക് ഒരു 10 മിനിറ്റ് ഞാൻ വെക്കണാണ്. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. നമ്മുടെ പേട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.